പിതാവായ ദൈവമേ, ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ ദൈവമക്കളെയും അങ്ങേ കരങ്ങളിലേക്ക് പൂർണ്ണമായി അർപ്പണം ചെയ്യുന്നു. ഓരോരുത്തരുടെ നിയോഗങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റി തരുന്ന നല്ല തമ്പുരാനെ, നിൻ്റെ മനസ്സിലേക്ക് വിവിധങ്ങളായ സ്ഥലങ്ങളിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ പ്രാർത്ഥനാപൂർവം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. വചനത്തിലൂടെ ഞങ്ങളെ യാത്ര ചെയ്യിക്കണമേ. വചനത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും വചനത്തിലൂടെ ദൈവഹിതം തിരിച്ചറിയുവാനും ദൈവമഹത്വം പാടിപ്പുകഴ്ത്തുവാനും ഞങ്ങൾക്കെല്ലാവർക്കും കൃപയും വരവും നൽകി അനുഗ്രഹിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ പരിചിന്തനത്തിനും പഠനത്തിനുമായി ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവാക്യമാണ്. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, കണ്ടെത്തും; മുട്ടുവിൻ, തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവർ കണ്ടുമുട്ടുന്നു, മുട്ടുന്നവന് തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ചോദിക്കുക, അന്വേഷിക്കുക, കണ്ടുമുട്ടുക. പ്രാർത്ഥന ഒരു യാത്ര പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ശിശുവിനെ പോലെ നീ ചോദിക്കുക, ഒരു യുവാവിനെ പോലെ നീ അന്വേഷിക്കുക, മുട്ടേണ്ട സ്ഥലത്ത് പോയി മുട്ടുക, നടക്കേണ്ട വഴിയുടെ നിന്ന് നടക്കുക. അവന് ചോദിക്കുന്നതും അവൻ അന്വേഷിക്കുന്നതും കണ്ടുമുട്ടാനായിട്ട് ദൈവം ഇടവരുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തോബീത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 19-ാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നു: ദൈവമായ കർത്താവിനെ നീ വാഴ്ത്തുക, നിന്റെ പാതകൾ നേരെയാകുന്നതിനും നീ നിലയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുന്നതിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക. അങ്ങനെയാ പറയുന്നത്. ദൈവമായ കർത്താവിനെ എപ്പോഴും നീ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ ജീവിതം ഒരു പ്രാർത്ഥനയാക്കി മാറ്റുവാനായിട്ടാണ് ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നത്. ആരുടെയൊക്കെ ജീവിതം ഒരു പ്രാർത്ഥനയായി മാറുന്നുണ്ടോ ആ ജീവിതത്തിൽ കാണുന്ന പ്രത്യേകമായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണ് പ്രാർത്ഥനയുടെ ശക്തി, എന്താണ് പ്രാർത്ഥനയുടെ സ്വഭാവം, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ ധ്യാന ചിന്തയിലേക്ക് കടന്നു വരാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കുന്ന ഏതു കാര്യവും അവിടുന്ന് സാധിപ്പിച്ചു തരും. അതിന് ശക്തമായ വിശ്വാസം നമുക്ക് വേണം. 2, തീക്ഷ്ണമായ ആഗ്രഹം നമുക്ക് വേണം. 3, വിനീതമായിരിക്കുന്ന സ്വഭാവം നമുക്ക് വേണം. 4, വിശുദ്ധമായ ജീവിതം നമുക്ക് വേണം. വിശ്വാസത്തോടെ, തീക്ഷ്ണതയോടെ, വിനയത്തോടെ, വിശുദ്ധിയോടെ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവന്റെ പ്രാർത്ഥനകളിലേക്ക് ദൈവം കടന്നു വരികയാണ്. മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നു: പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും നിനക്ക് ലഭിക്കും. പ്രാർത്ഥിക്കുകയും യാചിക്കുന്നത് എന്തും ലഭിക്കുമെന്ന് നീ വിശ്വസിക്കുവിൻ, അത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു കൊച്ചുമകൾ ഇവിടേക്ക് കടന്നു വരികയുണ്ടായി. അവൾ എന്നോട് വന്ന് പറഞ്ഞത്, എൻ്റെ അപ്പച്ചൻ എന്നും മദ്യപിച്ചാണ് വരുന്നത്, ഒന്ന് പ്രാർത്ഥിക്കണം അച്ചോ എന്ന്. ആ കുഞ്ഞിനോട് നിഷ്കളങ്കമായ കുഞ്ഞിൻ്റെ 9-ാം ക്ലാസ്സുകാരിയായ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പോൾ, ആവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ കുഞ്ഞു മോളോട് പറഞ്ഞു, നീ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ചോദിച്ചു, എങ്ങനെയാ അച്ഛാ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ അപ്പച്ചൻ്റെ ഈ മദ്യപാന സ്വഭാവത്തെ
യേശുവിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. അപ്പച്ചന് മാനസാന്തരം കൊടുക്കണമേ എന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട്. പ്രിയപ്പെട്ടവരെ, അവൾ അപ്പച്ചൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, മദ്യപാനം വിട്ടുമാറുന്നതിന് വേണ്ടി എല്ലാ ദിവസവും കിടക്കുന്നതിനേക്കാൾ മുമ്പ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പനൊരു ബിസിനസ്സുകാരനാണ്. ജോലി കഴിഞ്ഞ് വരുമ്പോൾ അല്പം കഴിച്ചിട്ടാണ് വരുന്നത്. ഒരു ദിവസം ഏതാനും ഒരു മാസത്തം കഴിഞ്ഞപ്പോൾ ഈ 9ാം ക്ലാസ്സുകാരിയ പെൺകുട്ടി വന്നിട്ട് പറയാണ്, എൻ്റെ അച്ചു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകി. അവൾ പറയുകയാണ്, ഞാൻ സ്കൂൾ വിട്ടു വന്നപ്പോൾ കാണുന്നത് അമ്മച്ചിയുടെ മുൻപിൽ മുട്ടുകുത്തി നിൽക്കുന്ന അപ്പനെയാണ്. ഞാൻ ഓടി ചെന്ന് രൂപത്തിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ബൈബിൾ ചെന്ന് പിടിച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഉടനെ തന്നെ ഈ അപ്പച്ചൻ മകളെ കണ്ട മാത്രം എഴുന്നേറ്റു. അപ്പച്ചൻ മകളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, മോളെ, ഇതുവരെയും നിനക്കൊന്ന് പഠിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ അപ്പച്ചൻ സമ്മതിച്ചിരുന്നില്ല. ഇന്നു മുതൽ ഞാൻ മദ്യപിക്കുന്നില്ല. ആ മകൾ എന്നോട് പറഞ്ഞു, ഞാൻ പൊട്ടിക്കരഞ്ഞു ഫാദർ. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ 3 ആഴ്ചകൾ മുടക്കം കൂടാതെ പരിശുദ്ധ അമ്മയുടെ അടുത്തിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ, ആരോരും കാണാതെ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ എൻ്റെ തമ്പുരാനോട് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് അച്ചോ വന്നിരിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവാക്യത്തിൽ പഠിപ്പിച്ചു തരികയാണ്, നീ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് നീ വിശ്വസിക്കുവിൻ, ലഭിക്കുക തന്നെ ചെയ്യും. ഈ കുഞ്ഞുമകൾ പഠിപ്പിച്ചു തന്ന സത്യം ഇതാണ്. ശക്തമായ വിശ്വാസത്തോടെ ആരൊക്കെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെ പ്രാർത്ഥന മുഴുവൻ കേൾക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണ്, 36-ാം അധ്യായം 17-ാം തിരുവാക്യത്തിൽ നിന്ന് വായിക്കുന്നു, വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ചു കയറുന്നതാണ്. വിനയത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. അഹങ്കാരത്തോടെ അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വിനീതമായി ചുങ്കക്കാരനെ പോലെ ദൂരെ മാറി നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് പോലും കണ്ണുകൾ ഉയർത്താൻ പറ്റാതെ, പിതാവേ, അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ മുഖത്തേക്ക് പോലും നോക്കുവാൻ ഞാൻ യോഗ്യനല്ല, എന്നോട് നീ കരുണ വർഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിനീതമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ദൈവം കേൾക്കും. കേൾക്കുക മാത്രമല്ല, നിന്റെ കണ്ണുനീർ തുടച്ചു മാറ്റി നിന്നെ സന്തോഷത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്, ശക്തമായ വിശ്വാസത്തോടെ, വിനീതമായ പെരുമാറ്റത്തോടെ, വിശുദ്ധിയാർന്ന ജീവിതത്തോടെ നീ പ്രാർത്ഥിക്കണം. വിശുദ്ധി നീ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് വചനം പഠിപ്പിച്ചു തരുന്നത്. 1 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 8-ാം തിരുവാക്യത്തിൽ നിന്ന് വായിക്കുന്നു, അതിനാൽ കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കാര്യങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. വ്യക്തമാണ് അവിടെ. പരിശുദ്ധിയോടെ ഒരു പുരുഷൻ ഒരു സ്ത്രീ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പറയുന്നു, കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ തങ്ങളുടെ പവിത്രമായ കരം ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എങ്കിൽ മാത്രമേ പ്രാർത്ഥന ദൈവം കേൾക്കുകയുള്ളൂ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ, വിനയത്തോടെ, വിശുദ്ധിയോടെ ആരൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെ പ്രാർത്ഥന മുഴുവൻ കേൾക്കും. അതാണ് വചനം പഠിപ്പിച്ചു തരുന്നത്. ചോദിക്കുക, നിനക്ക് ലഭിക്കും. അന്വേഷിക്കുക, കണ്ടെത്തും. മുട്ടുവിൻ, തുറക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ ജീവിതത്തിൽ ശ്രവിക്കാതെ വരുന്നതിൻ്റെ കാരണം ഇവിടെ എവിടെയൊക്കെയോ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മാറ്റുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുന്നത്. ഞാൻ വിശ്വസിക്കുകയാണ്, ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഓരോ ആഗ്രഹവും പ്രാർത്ഥനയാണ്. ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഓരോ ആഗ്രഹവും പ്രാർത്ഥനയാണ്. ഒരു പക്ഷേ ഒരു നോട്ടമായിരിക്കാം,
ഒരു നെടുനിശ്വസനമായിരിക്കാം, ഒരു തുള്ളി കണ്ണുനീരായിരിക്കാം. നമ്മൾ കാണാറില്ലേ, അമ്മമാരൊക്കെ പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ഒരു നെടുനിശ്വസനം ഇട്ടുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്നു ആ നെടുനിശ്വസനം ഒരു പ്രാർത്ഥനയാണ്. യെരൂശലേം വചന കൂടാരത്തിൽ ആരാധന കഴിഞ്ഞ് അനേകായിരങ്ങൾ മാതാവിന്റെ തിരുസ്വരൂപം തൊട്ട് പ്രാർത്ഥിച്ചു പോകുന്ന സമയത്ത് നിറകണ്ണുകളുമായി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു തുള്ളി കണ്ണുനീര് പ്രാർത്ഥനയാണെന്ന്, ഒരു നെടുനിശ്വസനം പ്രാർത്ഥനയാണെന്ന് ദൈവം അത് കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ നിന്ന് വിശ്വാസികളെ തടയുകയല്ല പിശാച് ചെയ്യുന്നത്. പിന്നെ എന്താ അവൻ ചെയ്യുന്നത്? പ്രാർത്ഥനയിൽ നിന്ന് പിശാച് തടയുകയല്ല പിശാച് ചെയ്യുന്നത്, മറിച്ച് പ്രാർത്ഥന കൂടാതെ പഠിക്കുവാൻ തുടങ്ങുക, പ്രാർത്ഥന കൂടാതെ ജോലി ചെയ്യാൻ ആരംഭിക്കുക, പ്രാർത്ഥന തുടങ്ങാതെ മതാചാരങ്ങളിൽ പങ്കെടുക്കുക, പ്രാർത്ഥനയില്ലാതെ ജീവിതം ആരംഭിക്കുക. ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണത്. പ്രിയപ്പെട്ടവരെ, ജീവിതം പ്രാർത്ഥനയാക്കി മാറ്റിയ യേശു നമ്മോട് പറയുന്നത് പ്രാർത്ഥനയിൽ നിന്ന് ആരംഭിക്കുക, പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുക. അതുകൊണ്ട് പ്രഭാതത്തിൻ്റെ താക്കോലാണ് പ്രാർത്ഥന, രാത്രിയുടെ സാക്ഷിയാണ് പ്രാർത്ഥന. പ്രഭാതത്തിൻ്റെ താക്കോലാണ് പ്രാർത്ഥന, രാത്രിയുടെ സാക്ഷിയാണ് പ്രാർത്ഥന. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിന്ന് ആരംഭിക്കുകയും പ്രാർത്ഥനയിൽ അവസാനം കുറിക്കുവാനുമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് സർവ മക്കളോടും പറയുവാൻ എന്നെ ആവശ്യപ്പെടുകയാണ്. വിലാപത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 19-ാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നു, രാത്രിയുടെ യാമങ്ങളിൽ ആരംഭത്തിൽ എഴുന്നേറ്റ് നീ ഉറക്കെ നിലവിളിക്കുക, കർത്താവിന്റെ സന്നിധിയിലേക്ക് ജലധാര പോലെ നിന്റെ ഹൃദയം ചൊരിയുക. പ്രൈസ് ദി ലോർഡ്. രാത്രിയുടെ യാമങ്ങളിൽ ആരംഭത്തിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് ഉറക്കെ നീ നിലവിളിക്കുക, കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയം ചൊരിയുക. ദൈവം ആവശ്യപ്പെടുകയാണ് വചനത്തിലൂടെ, രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ തന്നെ നീ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. നീ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം ശ്രവിക്കും എന്നുള്ളതിന് സംശയമില്ല. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കുക എന്നുള്ളതല്ല, മറിച്ച് ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചത് മുഴുവൻ കിട്ടുന്നതല്ല പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന് പറയുന്നത്. പിന്നെയോ ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നുകൊണ്ട് ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി, പവിത്രമായ കരങ്ങൾ ഉയർത്തി, വിശ്വാസത്തോടെ, വിനയത്തോടെ, വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ പ്രശ്നം പരിഹരിക്കുകയല്ല, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയാണ് പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്പ്രവർത്തികളിലേക്കും സത്ചിന്തകളിലേക്കും ദൈവ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുകയാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം. സത്പ്രവർത്തികൾ ചെയ്യാനായിട്ട്, ദൈവത്തിൻ്റെ മനസ്സിന് അനുരൂപമായി ചിന്തിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എൻ്റെ ഇഷ്ടം നിറവേറുന്നതല്ല. ഞാൻ പ്രാർത്ഥിച്ചത് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്തു കൊള്ളട്ടെ, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയ പരിശുദ്ധ അമ്മ പറയുന്നത് തന്നെയാണ്, ഇത് കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ദൈവഹിതം നിറവേറ്റുന്നവരാണ് ആരോ, അവരാണ് പ്രാർത്ഥനയുടെ ഉന്നതമായ മേഖലകളിലേക്ക് ഉയരുന്നത്. വചനം അതല്ലേ പഠിപ്പിച്ചു തരുന്നത്. ലൂക്കയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം തിരുവാക്യത്തിൽ പഠിപ്പിച്ചു തരുന്നു, അവനാകട്ടെ വിജന പ്രദേശങ്ങൾക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവനാകട്ടെ വിജനമായ പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി
അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിജനതയിലേക്ക് കടന്നു പോകണം. ഒരു പക്ഷേ എൻ്റെ കുടുംബമായിരിക്കാം, ഒരു ധ്യാന മന്ദിരമായിരിക്കാം, ഒരു നിത്യാരാധന സ്ഥലമായിരിക്കാം, ഏതുമായിക്കൊള്ളട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം വേണം. വിജനമായ സ്ഥലത്തേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വീണ്ടും വചനത്തിൽ നാം വായിക്കുന്നു, ലൂക്കയുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നു, ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുവാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചിലവഴിച്ചു. തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ മുൻപായിട്ട് യേശു ചെയ്തത് എന്താ? അവൻ ഒരു മലയിലേക്ക് കടന്നുപോയി രാത്രികാലം മുഴുവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ താഴേക്ക് ഇറങ്ങി വന്ന് മലമുകളിൽ നിന്ന് താഴ്വാരത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ ശിഷ്യന്മാരെ, തൻ്റെ ജീവിത പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സ്റ്റാഫ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അടിസ്ഥാനപരമായ തീരുമാനമെടുക്കുന്ന സമയത്ത്, ഒരു ജോലിക്ക് പോകുന്ന സമയത്ത്, ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത്, ഒരു വിവാഹ ജീവിത ആലോചനയ്ക്ക് പോകുന്ന സമയത്ത്, പുതിയൊരു കമ്പനി തുടങ്ങുന്നതിനേക്കാൾ മുൻപായിട്ട്, എന്ത് ജീവിതം ആരംഭിക്കുന്നതിനേക്കാൾ മുൻപായിട്ട് നീ പ്രാർത്ഥനയിലൂടെ ആരംഭിക്കുക. ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സഹായിക്കാനായിട്ട് കടന്നു വന്ന് നിൽക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ വിജയരഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയാണ്. ജീവിതം പ്രാർത്ഥനയാക്കിയ ഒരു വ്യക്തിയാണ് യേശു. പ്രാർത്ഥന ജീവിതമാക്കിയ ഒരു വ്യക്തിയാണ് യേശുനാഥൻ. യേശുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയും യേശുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യസ്ഥനും. ആകയാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധന്മാരെല്ലാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ചിരുന്നു. മദർ തെരേസ പറയുന്നു, ഒരു ദിവസത്തിന് 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൽ 1 മണിക്കൂർ ഞാനും എൻ്റെ സഹോദരിമാരും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ചിലവഴിച്ചതിന് മാത്രമേ ഞങ്ങൾ ശുശ്രൂഷകൾക്കായി ഇറങ്ങുകയുള്ളൂ എന്ന്. വിശുദ്ധന്മാരുടെ ജീവചരിത്രം മുഴുവൻ പരിശോധിക്കുമ്പോൾ നാം കണ്ടുമുട്ടുന്നത് അങ്ങനെയാണ്. ടെലിവിഷന്റെ പ്രഭാഷണത്തിന് മുൻപായിട്ട് ഫുൾട്ടൺ ജെഷിൻ ബിഷപ്പ് പറയുകയാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രഭാഷണത്തിന് ആവശ്യമായ ശക്തി സംഭരിച്ചിട്ടാണ് ടെലിവിഷന്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, മഹാന്മാരായിട്ടുള്ളവരെല്ലാം, വിശുദ്ധന്മാരായിട്ടുള്ളവരെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥനയിലൂടെയാണ് അവർ ശക്തി സംഭരിച്ചത്. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് വചനത്തിലൂടെ പറയുമ്പോൾ, നിനക്ക് രോഗമുണ്ടാകുമ്പോൾ ഉദാസീനനാകരുത്. രോഗത്തിന് സൗഖ്യം കിട്ടണമെങ്കിൽ രോഗാവസ്ഥയിൽ നീ പ്രാർത്ഥിക്കണമെന്ന് പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 9-ാം തിരുവാക്യം ഇങ്ങനെ പഠിപ്പിച്ചു തരികയാണ്. മകനെ, നിനക്ക് രോഗമുണ്ടാകുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. ഓരോ വെള്ളിയാഴ്ചകൾ തോറും ജെറൂസലേമിൽ നടക്കുന്ന പ്രാർത്ഥനയുടെ മധ്യത്തിൽ സാക്ഷ്യം പറയാൻ വരുന്ന ഒട്ടനവധി വ്യക്തികളെ കണ്ടുമുട്ടാറുണ്ട്. അവിടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത്, അവിടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ, ചിന്തയ്ക്ക് അതീതമായ വിധത്തിൽ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ട ജീവിത സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ, ദൈവം എല്ലാവരിലും വലിയവനാണ്, ആരിലും വലിയവനാണ്, മഹത്വത്തിന്റെ രാജാവാണ്, എൻ്റെ പിതാവായ ദൈവമാണ്, തൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളത് എത്തിച്ചു തരാൻ അവിടത്തേക്ക് സാധിക്കുമെന്ന് വളരെ ശക്തമായ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ് ഓരോ സാക്ഷ്യത്തിലൂടെ വിവിധങ്ങളായ ധ്യാന മന്ദിരങ്ങൾ കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രാർത്ഥനാ വേളകളിലാണ് ദൈവത്തിൻ്റെ സത്യം നമ്മൾ തിരിച്ചറിയുന്നത്. ഉൾക്കാഴ്ചകൾ നമുക്ക് കിട്ടുന്നത് പ്രാർത്ഥനയുടെ വേളകളിലാണ്. വളരെ വ്യക്തമായിട്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. 37-ാം അധ്യായം 15-ാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നു, എല്ലാറ്റിനും ഉപരി സത്യത്തിൽ നിന്ന് നയിക്കുന്നതിന് അത്യുന്നതനോട് നീ പ്രാർത്ഥിക്കുക.
എല്ലാറ്റിനും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് വേണ്ടി അത്യുന്നതനോട് നീ പ്രാർത്ഥിക്കുക. സത്യത്തിന്റെ മാർഗം തിരിച്ചറിയാൻ, സ്നേഹത്തിന്റെ മാർഗം തിരിച്ചറിയാൻ നീ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് വചനത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. നമ്മൾ കാണാറുണ്ടല്ലോ, ചില പ്രാർത്ഥനകൾ ദൈവം പെട്ടെന്ന് കേൾക്കുന്നു, വേറെ ചില പ്രാർത്ഥനകൾ താമസിച്ചാണ് കേൾക്കുന്നത്, വേറെ ചില പ്രാർത്ഥനകൾ പരോക്ഷമായി പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നു, വേറെ ചില പ്രാർത്ഥനകൾ ഒരിക്കലും കേൾക്കുന്നില്ല. 4 തരത്തിലുള്ള പ്രാർത്ഥനകൾ ഉണ്ടെന്നായി പറഞ്ഞു വന്നത്. ചില പ്രാർത്ഥനകൾ ഉടനെ കേൾക്കുകയാണ്. ഉടനെ കേൾക്കുവാനായിട്ട് കാരണം വിശ്വാസത്തോടെ, വിനയത്തോടെ, വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഉടനെ കേൾക്കുന്നത്. വേറെ ചിലത് പ്രാർത്ഥനകൾ താമസിച്ച് കേൾക്കും. പ്രാർത്ഥിച്ച ഉടനെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്നില്ല. ഒരു ഫാസ്റ്റ് ഫുഡ് അല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. ഡിലേ ഈസ് നോട്ട് എ നെഗേഷൻ. താമസിക്കുന്നു എന്നുകൊണ്ട് തരില്ല എന്നല്ല പറഞ്ഞത്. നീ കുറച്ചുകൂടി പ്രാർത്ഥിക്കണം, തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം, ദാഹത്തോടെ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി അല്പതാമസം വരുത്തുന്നതാണ്. വേറെ ചിലതോ പരോക്ഷമായിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരികയാണ്. ഇപ്പൊ പെട്ടെന്ന് ആശുപത്രി ചെന്നപ്പോൾ ഒരു ക്യാൻസർ രോഗമാണെന്ന് അറിയുകയാണ്. അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ നമ്മെ ഒരാൾ പരിഹസിക്കുകയാണ്, നിന്ദിക്കുകയാണ്, അല്പം തമാശയോടെ ആ വിഷയത്തൊന്ന് കൈകാര്യം ചെയ്യാൻ പരോക്ഷമായിട്ട് ദൈവം പ്രാർത്ഥന നടത്തി തരുന്നതാണ്. വേറെ ചിലതോ ഒരിക്കലും കേൾക്കുന്നില്ല. കാരണം എന്താണ്? ഈ അനുഗ്രഹം എനിക്ക് കിട്ടിയാൽ, ഈ പ്രത്യേകമായ കാര്യം എനിക്ക് കിട്ടിയാൽ ഞാൻ വഷളനായി തീരും, മോശക്കാരനായി തീരുമെന്ന് കർത്താവിന് വ്യക്തമായി അറിയുന്നതുകൊണ്ട് ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ. കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുന്ന അനേകം പ്രഘോഷകരും ശുശ്രൂഷകരും ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കുപ്പി, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, ഓരോ ദിവസവും വിവിധങ്ങളായ ബലിപീഠങ്ങളിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബലികളോടും ചേർന്നുകൊണ്ട് വിവിധങ്ങളായ കുടുംബങ്ങളിലും വിവിധങ്ങളായ സ്ഥാപനങ്ങളിലും ധ്യാനമന്ത്രികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജപമാലയുടെ ജപമണിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഓരോരുത്തരെയും ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, സ്വപ്നങ്ങൾ ഇതാ നിന്റെ തിരുമുമ്പിൽ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച് ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ചോദിക്കുക, നിനക്ക് ലഭിക്കും. അന്വേഷിക്കുക, കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്കായി തുറന്നു കിട്ടും. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.